രാവിലെ നല്ല എളുപ്പത്തിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അരി അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. നല്ല എളുപ്പമാണ്, വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അരക്കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ അരക്കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുക. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിനുള്ളതാണെങ്കിൽ 3 എടുക്കുക, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിലും 2 എടുത്താൽ മതി. ഇതിപ്പോൾ വലിയ പുളിയുള്ള തക്കാളിയല്ല. പിന്നെ ഞാനൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ എടുത്തോ. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ചെറിയൊരു ഫ്ലേവർ മാത്രം മതി. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക, ചെറിയ ജീരകം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളിയുടെ മിക്സ് കൂടി ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ കുറച്ചുകൂടി ലൂസാക്കി എടുക്കും. അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, നമ്മൾ നീർദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ പോലെ തന്നെ. ഇനി ഇത് നല്ല ചൂടായ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല മൊരിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വേണമെങ്കിലും ഈ ഒരു അപ്പം ചുട്ടെടുക്കുക, ഈ ഒരു ദോശ. അപ്പോൾ ഇതുപോലെ പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണയോ നെയ്യോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശയാണ് വേണ്ടതെങ്കിൽ മാത്രം. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറിയൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതേപോലെ കഴിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.